പൂരം കലക്കൽ സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ രാവിലെ മുതൽ മീഡിയ ഒരു വിഷ്വൽ എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൂരം കലങ്ങിയ ദിവസം അന്ന് രാത്രി സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നിറങ്ങുന്നത് ഓൺലൈൻ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും കാണാതെ ഇന്ന് രാവിലെ അതെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി അതെല്ലാം പോട്ടെ, കേരളത്തിന്റെ ഇരട്ടച്ചങ്കൻ എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചടിച്ച് ഫ്ലെക്സ് അടിച്ച കാൻഡിഡേറ്റ് തന്നെ പറയുന്നു കേരള പോലീസ് പൂരം കലക്കാൻ കൂട്ടുനിന്നു. ആർക്ക് കൂട്ടുനിന്നു തോന്നുന്നു? BJPക്ക് കൂട്ടുനിന്നു. BJP പൂരം കലക്കുകയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ കേരള പോലീസ് തന്നെ പൂരം കലക്കുക എന്ന് പറയുന്നത് ഒരു LDFന്റെ കാൻഡിഡേറ്റ് ആണ്. ഇനി ഇതൊന്നും അല്ല കോമഡി, അന്ന് പൂരം കലങ്ങിയ ദിവസം ഈ 3 കാൻഡിഡേറ്റുകളും ഒരു മന്ത്രിയും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥരും തൃശ്ശൂരിലുണ്ടായിരുന്നു. ഇവരെല്ലാം കഴിവുകെട്ടവരാണോ? ഈ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ കഴിവുകെട്ടവരാണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ദിവസം ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. പൂരം കലക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നില്ലേ? കുറച്ചുകൂടെ പച്ചയ്ക്ക്